ഹായ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 6-നാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ മനസ്സമ്മതം കൂടാൻ വേണ്ടി പോവാണ്. വയനാട് മേപ്പാടിയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു ഈവനിങ് 4 മണിയൊക്കെ ആകുമ്പോൾ KSRTC കയറി. ഇന്ന് നൈറ്റ് മധുരം വെപ്പ് ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എത്തണമെന്നുള്ള രീതിയിലാണ് ബസ് കയറുന്നത്. സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ ബസ്സിലിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു 7:30 ആകുമ്പോഴാണ് ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ വെഡ്ഡിങ് കാണുന്നത്. ഇവരുടെ ചടങ്ങുകളും പ്രാർത്ഥനയും പാട്ടും എല്ലാം ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ. ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റിയതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. മധുരം വെപ്പ് ചടങ്ങെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് കുറേ മധുരമൊക്കെ ഉള്ള പലഹാരം ബ്രൈഡിനെ കൊണ്ട് കഴിപ്പിക്കുന്നതാണെന്നായിരുന്നു. ബട്ട് അങ്ങനെയല്ല. ഉറുമാമ്പഴവും ജീരക മിഠായിയും തേങ്ങ ചിരകിയിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് വായിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വന്ന എല്ലാവർക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തരും. ലിനിയും അവളുടെ കസിൻസിൻ്റെയും ഡാൻസ് എല്ലാം കണ്ടിരുന്നു കുറച്ച് നേരം. നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേരൂടി വരാനുണ്ടായിരുന്നു. അവരൂടി വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അന്ന് നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അടുത്ത ദിവസമാണ്. ഇന്ന് പള്ളിയിൽ വെച്ചിട്ട് മനസ്സമ്മതമാണ് നടക്കുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ചെയ്തു ലിനിയുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ കാറിലാണ് ചർച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മേപ്പാടി സെൻറ്റ് ജോസഫ് ചർച്ചിൽ വെച്ചിട്ടാണ് മനസ്സമ്മതം. പള്ളിയുടെ മുറ്റത്ത് കാപ്പി ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് ചടങ്ങ്. പള്ളിയിലൊക്കെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ സിനിമയിൽ മാത്രമേ പള്ളിയിൽ വെച്ച് മനസ്സമ്മതം ചോദിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ തൊട്ടടുത്തുള്ള ഹാളിൽ വെച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത്. ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കസിൻസ് എല്ലാവരും ഡാൻസൊക്കെ ചെയ്തിട്ട്. ഫങ്ഷനൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. തിരിച്ച് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാട്ടോ ചെയ്തതെന്ന്. ഞങ്ങൾ 3 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ മുൻവശം കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ഇങ്ങനത്തെ ചെടികളൊക്കെ വളർത്തിയിട്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടുത്തെ ചേച്ചിയുടെ മോളാണിത്, ലിയ മോള്. അവൾ പൂച്ചേനെ കളിപ്പിക്കുന്നതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. ഈവനിങ് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോഴാണ് അടുത്ത് തന്നെ നെല്ലിയാർച്ചാൽ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ജീപ്പിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്തി.
ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് പ്ലേസ് അടിപൊളിയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. കുറേ ആമ്പലൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും കൈ എത്തുന്നിടത്തല്ല. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.